ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവും. ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇന്ന് PV അൻവർ തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആ സെൽഫ് ഗോൾ എന്താ? കവളപ്പാറയിലെ റീഹാബിലിറ്റേഷൻ ഈ സർക്കാർ അതിവേഗത്തിൽ പൂർത്തിയാക്കിയില്ലേ? ദാറ്റ്സ് ഡൺ സർ. അത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമായി അവിടെ പറയുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ നമ്മൾ പുനരധിവസിപ്പിച്ചിട്ടില്ലേ? ഇടതുപക്ഷ MLA എന്ന നിലയിൽ മാത്രമല്ല ചെയ്തത്, ഇടത് സർക്കാർ എന്ന നിലയിലാണ്. ഇന്ന് തോമസ് ഐസക് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടു കോട്ട് തോമസ് ഐസക്, പ്രതിപക്ഷത്തോടുള്ള ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉയരാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്ന് അവിടുത്തെ വികസനത്തിന്റെ വിഷയമാണ്. പ്രോഗ്രസ് റിപ്പോർട്ടുകളിലടക്കം കിഫ്ബി ആണല്ലോ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ എതിർത്തത്. കിഫ്ബിയെ എതിർത്ത പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ ഈ മന്ത്രിയായാൽ എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ ചെയ്യുക? ഉദാഹരണമുണ്ട്. 2011 മുതൽ 2016 വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. ആ കാലഘട്ടത്തിലെ വികസനവും 2016 ശേഷമുള്ള വികസനവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. ഞാൻ രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം. കിഫ്ബിയുടെ പേരിൽ, പ്രതിപക്ഷം എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ, ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ ഇത്തവണ വോട്ട് LDF പോകാൻ സാധ്യതയുള്ള ഒരു ഘടകം, നിലമ്പൂരിൽ കിഫ്ബി വഴി നടക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അവിടുത്തെ ബൈപ്പാസ് ആണ്. ആ ബൈപ്പാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, 227 കോടി രൂപയാണ് ബൈപ്പാസിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, 131 കോടി രൂപയുടെ ചെലവിലാണ് പൂക്കാട്ടുപാടം കാളികാവ് കരുവാരക്കുണ്ട് റോഡ് ഇപ്പോൾ വികസിക്കുന്നത്. ആ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കിഫ്ബിയുടെ പേരിൽ ഈ സർക്കാരിന് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദാറ്റ്സ് നമ്പർ 2. നമ്പർ 3, 115 കോടി ചെലവിലാണ് പൂക്കോട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത് കിഫ്ബിയുടെ പേരിൽ. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഡൺ, ഹാപ്പനിങ് ആണ്. അതായത് പ്രതിപക്ഷം എതിർക്കുന്ന ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ വികസിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡിന് 101 കോടി, 3 റോഡിന് 307 കോടി. കിഫ്ബിയിലായിരുന്നെങ്കിൽ ഈ പദ്ധതി എങ്ങനെ വരും സാർ? നിങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തുമായിരുന്നു? അങ്ങനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു തെളിവ് 2011-16 കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിനും UDF സമർപ്പിക്കാനുണ്ടോ? എത്ര വർഷമാണ് ഭരിച്ചത്? 34 വർഷം ആ മണ്ഡലത്തിലെ MLA ആയിരുന്നില്ലേ ആര്യാടൻ മുഹമ്മദ്? എവിടെ ബൈപ്പാസ് കൊണ്ടുവന്നു? എവിടെ ഈ റോഡുകൾ കൊണ്ടുവന്നു? ചോദ്യമല്ലേ?